ഡൽഹിയിൽ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതായത് ഗവൺമെന്റ് ഓഫ് എൻസിറ്റി ഓഫ് ഡൽഹി, ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 44/2025, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ബാർ മെക്കാനിക്കൽ, ഡൽഹി ജൽ ബോർഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ ഇറക്കിയേക്കുന്നത് കേട്ടോ. ഓക്കെ, അത് ടോട്ടൽ 50 വേക്കൻസി ആണ് ഉള്ളത്. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 34, അതേപോലെ കറസ്പോണ്ടിങ് കാറ്റഗറിയിൽ 11, 4, 1 എന്നുള്ള രീതിയിൽ ടോട്ടൽ 50 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇത് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ കൂടുതൽ എക്സാം പാറ്റേൺ കാര്യങ്ങൾ അതേപോലെ കൂടുതൽ ക്വാളിഫിക്കേഷനിലൊക്കെ നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്മൾ നേരത്തെ പറഞ്ഞു 42/2025 അപ്പോ ബിടെക്കാർക്ക് അപ്ലൈ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഡിപ്ലോമക്കാർക്ക് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ? ഓക്കെ, ഓക്കെ, കാറ്റഗറി നമ്പർ 44/2025 അല്ലേ? ഓക്കെ, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ബാർ മെക്കാനിക്കൽ ഡൽഹി ജൽ ബോർഡിലേക്കാണ്. 34 അൺറിസർവ്ഡ്, ഒരു ഒ ബി സി, 11 SC, 4 ST, ടോട്ടൽ 50 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതല്ല 3 years ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ എന്താ 2 years എക്സ്പീരിയൻസ് ഇൻ പ്ലാനിങ് എക്സിക്യൂഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്സ് പറയുന്നുണ്ട്. ബിടെക് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ, ബിടെക് ആണെങ്കിൽ എക്സ്പീരിയൻസ് ആവശ്യമില്ല, ഡിപ്ലോമ ആണെങ്കിൽ എന്താ നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. അപ്പൊ ഗ്രൂപ്പ് ബി ആയതുകൊണ്ട് ലെവൽ 6 ആണ്. 35,400 തൊട്ട് 1,12,400 രൂപയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നുണ്ടാവുക. നോട്ട് എക്സീഡിങ് 30 ഇയേഴ്സ്. കറസ്പോണ്ടിങ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഒ ബി സി, SC/ST കാൻഡിഡേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ 3-5 വർഷങ്ങൾ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ പറഞ്ഞ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 44/2025 അപ്പൊ ഇതില് ലാസ്റ്റ് 18 തൊട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത് 18 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 16 വരെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനിയിപ്പം ഇതിന്റെ എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാം പാറ്റേണിൽ ചെറിയൊരു പ്രശ്നം ഉണ്ട്. പ്രശ്നം എന്നല്ല, ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 44/2025 ഇത് വെച്ചാൽ 2 ടയർ എക്സാമിനേഷൻ ആണ്, ടെക്നിക്കൽ ആണ്, പക്ഷെ എന്താ നോൺ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ്. 44/2025. ഓക്കെ, ടയർ 1 2 hours ആണ്. അപ്പൊ ഇതിലേക്ക് ടയർ 1 സെക്ഷൻ എ ഉണ്ട്, സെക്ഷൻ ബി ഉണ്ട്. അപ്പോൾ സെക്ഷൻ എയിൽ പറയുകയാണെങ്കിൽ ഓരോന്നിനും 5 സബ്സെക്ഷൻ ആയിട്ടാണ് ഉള്ളത്. ഓരോന്നിനും 20 മാർക്ക് വെച്ചിട്ടാണ്. ജനറൽ അവയർനെസ് 20, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 20, അരിത്തമെറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി 20, ടെസ്റ്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ 20. ഇതവിടെ നിൽക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് ഇതിലെ ചെറിയൊരു ഗ്രൂപ്പ് കോൾ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ 20. അപ്പൊ ടോട്ടല് 100 ആയിട്ടുണ്ട്. 20 മാർക്സ് ഈച്ച്, 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്സ്. സെക്ഷൻ ബിയിൽ നമ്മളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക്. ഇതാണ് ടയർ 1. അപ്പൊ ഇതിൽ നിങ്ങളിവിടെ ഹിന്ദി കോംപ്രിഹെൻഷൻ വിചാരിച്ചിട്ട് നിങ്ങൾ അവിടെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഇനിയിപ്പോ ടയർ 2 ആണെങ്കിൽ 2 hours 200 മാർക്സ് തന്നെയാണ് വരുന്നുണ്ടാവുക. MCQs on 1 mark ഈച്ച്, സബ്ജക്ട് ഓർ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. 150 ക്വസ്റ്റ്യൻസ്, 150 മാർക്കുമാണ് സബ്ജക്ട് ടെക്നിക്കൽ നോളജ്. ബാക്കിയുള്ള ഒരു 50 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷന് ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ്. ഓക്കെ, അതാണ് സെക്ഷൻ സെക്ഷൻ ബിയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ സിലബസ് ക്ലിയർ ആണ്. ഇനി നമ്മളുടെ ലൂപ്പ് ഹോൾ ഞാൻ പറഞ്ഞുതരാം. ഇൻ ടയർ 2 എക്സാമിനേഷൻ സ്കീം, ഇൻ ടയർ 2 എക്സാമിനേഷൻ സ്കീമിൽ in Tier 1 examination, the mandatory minimum qualifying marks will be applicable in domain subject, that is section B, and there will not be any minimum qualifying marks in section A. അതായത് സെക്ഷൻ എയിലാണ് നമ്മൾ ഹിന്ദി കോംപ്രിഹെൻഷൻ ഒക്കെ വരുന്നത്. അപ്പോ ഹിന്ദി കോംപ്രിഹെൻഷൻ അങ്ങനെ സെക്ഷൻ വൈസ് മിനിമം ക്വാളിഫയിങ് ക്രൈറ്റീരിയ ഇല്ല, സെക്ഷൻ ബിയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ടയർ 2ലേക്ക് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക ഈ ടയർ 1ന്റെ ടോട്ടൽ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ ഹിന്ദി കോംപ്രിഹെൻഷൻ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, 20 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുഴപ്പമില്ല, ആ ഒരു ഔട്ട് ഓഫ് 180 180 അല്ല, 180 നിങ്ങൾക്ക് മാക്സിമം എന്ത് സ്കോർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഹൗഎവർ ദ മാർക്സ് ഓഫ് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി വിൽ ബി റെക്കോർഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് ടു ടയർ 2 എക്സാമിനേഷൻ.
ടയർ ടൂല് നിങ്ങളുടെ മാർക്കിലാണ് എന്ത് ചെയ്തേക്കുന്നത്, നിങ്ങൾ റാങ്ക് മേക്കിംഗ് അല്ലെങ്കിൽ റാങ്ക് ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട് നോക്കുന്നുണ്ടാവാം. ടയർ വൺ എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫൈങ് നേച്ചർ ആണ്, അതിനെ ബേസ് ആയിട്ട് അത് ജസ്റ്റ് ടയർ ടൂലേക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ മെത്തേഡ് ഓഫ് സെലക്ഷൻ, അതായത് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലൊരു എന്താ മിനിമം ക്വാളിഫൈങ് മാർക്സ് ഉണ്ട്, പക്ഷെ ഇതൊന്നും മതിയാവില്ല. കാരണം വെച്ചാൽ കോമ്പറ്റീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാവില്ല. ഓക്കെ, കറസ്പോണ്ട് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ആ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യുക. DSSBയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണുന്നുണ്ടാവും, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതേപോലെ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത്രയുള്ള ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡൽഹിയിലായിരിക്കും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഡൽഹിയിലെ സർവീസിൽ കയറുകയാണെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.